എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് 2 MLT വിദ്യാർത്ഥിനികൾ തങ്ങളുടെ കോഴ്സിന്റെ ഏറ്റവും അവസാന ദിവസം അന്ന് വരെ തങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സിലെ ബസ് ജീവനക്കാർക്ക് മുണ്ടും ഷർട്ടും സമ്മാനമായി നൽകുന്നത് വൈറലായി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതുവരെ നമ്മൾ കേട്ടിരുന്ന വാർത്തകളൊക്കെ, പ്രത്യേകിച്ചും ഈ സ്കൂൾ കുട്ടികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഒന്നുകിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള സംഘർഷം, അവർ തമ്മിലുള്ള ആരെങ്കിലും കയ്യേറ്റം ചെയ്തതായിട്ടുള്ള പരാതി, പോലീസ് കേസ്, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം, ബസ്സിന് കല്ലെറിയുക, തിരിച്ച് ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരിക്കുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുവരെയുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഈ ബസ് ജീവനക്കാരും ഈ വിദ്യാർത്ഥികളും തമ്മിലുള്ളൊരു ആത്മബന്ധം ഏറ്റവും സ്പഷ്ടമായി നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. പല വീഡിയോസും ചിലത് നമുക്ക് അതിശയോക്തിപരമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതിലങ്ങനെ പ്രത്യേകം അവരുടെ ഒരു അഭിനയമായിട്ടോ അവർ തമ്മിലുള്ള ഒരു ബന്ധം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിനയമായിട്ടൊന്നും തോന്നുന്നില്ല. വർഷങ്ങൾ, ഒരുപക്ഷെ ഇതൊരു 4 വർഷം എടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ അത്രയും കാലത്തെ ഒരു പരിചയം കൃത്യമായി അവർ തമ്മിലുണ്ട്. അവരെ കൃത്യമായിട്ട് അവർ കെയർ ചെയ്തിരുന്നു. അവരുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ബസ് ജീവനക്കാർ സഹകരിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് അവരെ വളരെ കാര്യമായിരുന്നു. ഇതൊക്കെ വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ. അതാണ് ആ ഒരു 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക ഈ വീഡിയോ കാണുമ്പോൾ. ഇനി 10 ആൾക്കാരും കൂടി ആഡ് ചെയ്യാം. വേറെന്താ നോക്കി ഞങ്ങൾ വയവൻ അന്ന് കഴിഞ്ഞ പരിപാടി ഇനി ഒരു ദിവസം കൂടിയാണ് വൈവ. ആണോന്നോ ഇഷ്ടമാണോ? ഞാൻ വെറും ഞങ്ങൾ ഉണ്ണിയേട്ടനൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ 2 ബസ് ജീവനക്കാരും സത്യത്തിൽ എക്സൈറ്റഡ് ആണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ഈ സമ്മാനം ലഭിക്കുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്നും കണ്ണു നിറഞ്ഞുകൊണ്ടുള്ള അവരുടെ ആ ചിരിയിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്രയും കാലം ഇവരുമായിട്ടുണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. മറ്റ് ബസ് ജീവനക്കാർക്കെല്ലാം മാതൃകയാക്കാവുന്ന, അല്ലെങ്കിൽ മറ്റ് ബസ് ജീവനക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളെല്ലാം, അല്ലെങ്കിൽ വാർത്തകളിൽ ഭൂരിഭാഗവും നെഗറ്റീവ് വാർത്തകളാണ് ബസ് ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വരുന്നതല്ല. എന്നാൽ ഇങ്ങനെയും നമുക്ക് സാധ്യമാകും. വിദ്യാർത്ഥികളെ ഇങ്ങനെ കരുതാൻ ബസ് ജീവനക്കാർക്ക് കഴിയും. തിരിച്ച് അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും മനോഭാവവും എപ്പോഴും ബസ് ജീവനക്കാരെന്ന് കേട്ടാൽ കല്ലെടുത്തെറിയുന്ന, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന, പ്രതിഷേധിക്കുന്ന, തെറി വിളിക്കുന്ന തരത്തിലേക്ക് മാറാതെ നല്ല രീതിയിൽ അവരോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾക്കും കഴിയും എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ ഇത് കിട്ടിയപ്പോൾ, കുപ്പായം കിട്ടിയപ്പം പ്രതീക്ഷിക്കാതാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ഒരു പെട്ടെന്നൊരു തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടി. അത് കുട്ടികൾ നല്ല പഠിക്കുന്ന പിള്ളേരാണ്. ആ കുട്ടികളുടെ മനസ്സ് വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അത്രയ്ക്കൊന്നും യോഗ്യത ഞങ്ങൾക്കുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി. ഇൻസ്റ്റയിലുള്ള കമൻറ്റ് കേട്ടപ്പോഴാണ് സത്യത്തിൽ
കണ്ണുന്ന വെള്ളം വന്നുപോയി. ഇങ്ങനെ കണ്ണും മനസ്സും നിറയുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.